CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം ഈ ഒരു 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിരിക്കുന്നത് ലൂണയുടെ പരിക്ക് തന്നെയാണ്. അതിന് പകരമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ അടുത്ത് ഫെഡോറിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ പേജ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ഈ ഒരു മാർച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് ലൂണ തിരിച്ചെത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടേക്ക് പുറത്തേക്ക് വിട്ടിട്ടുള്ളതും ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് തന്നെയാണ്. ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണ നിലവിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ താരം എന്നെത്തും എങ്ങനെ എത്തുമെന്നും ആർക്കും ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് ഇതിനെ തുടർന്നുകൊണ്ട് ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കരോലിസ് ഈ ഒരു പരിക്കിനെ തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്: നിലവിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ മുംബൈയിൽ പുനരധിവാസം തുടരുകയാണ്. തീർച്ചയായും ഈ ഒരു മാർച്ച് പകുതിയോട് കൂടി അഡ്രിയാൻ ലൂണ കൊച്ചിയിലേക്ക് തിരിച്ചെത്തുന്നതാണ്. എന്നിട്ട് താരം ട്രെയിനിങ് തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ലൂണയുടെ തിരിച്ചുവരവിനെ കുറിച്ച് കരോലിസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കരോലിസിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മജീഷ്യനായ അഡ്രിയാൻ ലൂണ ഈ ഒരു മാർച്ച് മാസത്തോടുകൂടി തിരികെ വരും എന്ന് തന്നെയാണ്. ഏതായാലും ലൂണ തിരികെ വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കൂടാതെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ബംഗളൂരു എഫ്സിക്ക് എതിരായുള്ള മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.